ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ഷ്രെഡഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 kg ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളകും പൊടി ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ആദ്യമായിട്ട് ഇതിലോട്ട് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആകെ 8 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചതാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ഓയിലിലോട്ട് തന്നെ അല്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതും 2 തടം വെളുത്തുള്ളിയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയം അല്പം വേപ്പില കൂടെ ഇട്ടിട്ട് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സവാള വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 6 സവാള ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ സമയം അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് സവാള നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നന്നായി തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം വേപ്പിലയും 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. നമുക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയിൽ നമ്മൾ മസാല എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചതിന് ശേഷം കൈവച്ച് പിച്ച് എടുത്തതാണ്. ഇതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനും ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് ഈ സമയം ഇതിലോട്ട് അല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമ്മളിത് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം.
കൂടുതൽ ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമുക്കിതപ്പോൾ നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷ്രെഡഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ചിക്കനെല്ലാം റെഡി ആയിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും റൈസിൻ്റെ കൂടെ എല്ലാം സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്